ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു റിച്ചൂസ് ക്രിയേഷൻ. ബി ഹാപ്പി ഓൾവേസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ റെസിപ്പി എഗ് റോസ്റ്റ് ആണ്, മുട്ട റോസ്റ്റ്. ഓക്കെ, അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ബോയിൽഡ് എഗ് 5 എണ്ണം, റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, വല്യുള്ളി ചോപ്പ് ചെയ്തത് 2 എണ്ണം, തക്കാളി 2 എണ്ണം, കാർഡമം 4, ഏലക്ക 4, ബ്രിഞ്ചി ഇല 2, പട്ട 2, ലവംഗം 3, പെരിഞ്ചീരകം കുറച്ച്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, ആവശ്യത്തിനുള്ള എണ്ണ, കറിവേപ്പില, കൊറിയാണ്ടർ ലീവ്സ്, ഉപ്പ്. നമുക്കിനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 3 to 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തോളൂ. നന്നായിട്ട് ചൂടാവട്ടെ പാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, എണ്ണ ചൂടാവട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ. ഓക്കെ, നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറി ലീവ്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ സ്റ്റൗ. എപ്പോഴും നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കറി ലീവ്സ് ഇടുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവില്ല. സോ എപ്പോഴും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക 4 ഏലക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് 2 എണ്ണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രിഞ്ചി ഇല, പട്ട 2 എണ്ണം ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകം അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് ചൂടായ ശേഷം അത് നമുക്ക് നന്നായിട്ട് ചതച്ചത് ഇല്ലെങ്കിൽ അരച്ചത് ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചതച്ച ജിഞ്ചർ ഗാർലിക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒന്ന് ക്രഷ് ചെയ്തത്. ഓക്കെ, പച്ചമുളക് 3 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിനി ഇതിനെ ഇളക്കി കൊടുക്കാം. വല്യുള്ളി 2 എണ്ണം ചോപ്പ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 വല്യുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തോളൂ. ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, വല്യുള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തോളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗൺ ആയി വരട്ടെ. ഓക്കെ, ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പെപ്പർ പൗഡർ 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലാൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെപ്പർ പൗഡർ, ഗരം മസാല പൗഡർ, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ 2 തക്കാളി
മിക്സർ ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് നമുക്ക് ഇതിനെ ഇളക്കിയെടുക്കാം. ഓക്കെ, സ്റ്റൗ നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. തക്കാളി നന്നായിട്ട് അതിൻ്റെ റോ സ്മെല്ല് പോയിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. അതുവരെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് മൂടി കൊണ്ട് നമുക്ക് മൂടി കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് സ്മാഷായി. ഇനി ഞാൻ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യണ്ട. പക്ഷേ ഞാൻ തക്കാളി പേസ്റ്റാക്കി ഇട്ടത് കാരണം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ റോ സ്മെൽ പോവട്ടെ, കുക്കാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് കുക്കായ ശേഷം നമുക്ക് ഇതിലേക്ക് ബോയിൽഡ് എഗ്ഗ് 5 എണ്ണം ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തോളൂ. എഗ്ഗിലേക്ക് ഉപ്പും മുളകും നന്നായിട്ട് പിടിക്കാൻ. നമ്മുടെ എഗ്ഗ് നന്നായിട്ട് റോസ്റ്റായി വരുന്നവരെ നമുക്കൊരു 5 to 10 മിനിറ്റ്സ് ലിഡ് കൊണ്ട് മൂടി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി കുക്ക്ഡ് എഗ്ഗാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ നമുക്ക് റെഡിയാകും എഗ് റോസ്റ്റ്. ഓക്കെ, ഒരു ലിഡ് കൊണ്ട് മൂടി കൊടുക്കാം. 5 to 10 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. 5 മിനിറ്റ്സ് കുക്കായാൽ മതിയാകും. ഈ റെസിപ്പി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ എല്ലാ റെസിപ്പീസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മുടെ എഗ് കറി റെഡിയായി. നന്നായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ല മണം ഉണ്ടാവും. വെളിച്ചെണ്ണ ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് മേലെ ആഡ് ചെയ്തോളൂ. നല്ല മണം, കോക്കനട്ട് ഓയിലിൻ്റെ സ്മെൽ നന്നായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. ഉപ്പൊന്ന് നോക്കണം, ചെക്ക് ചെയ്തോളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്തോളൂ. ഉപ്പ് പോരെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയായി, ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഒരു 10 മിനിറ്റ്സ് നന്നായിട്ട് ലിഡ് വെച്ച് മൂടി കൊടുത്തോളൂ. നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയാവും. നമ്മുടെ എഗ് റോസ്റ്റ് റെഡി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ലഭിക്കണം. എഗ് റോസ്റ്റ്, ടേസ്റ്റി എഗ് റോസ്റ്റ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ലഭിക്കണം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യൂ. ഇനി നല്ലൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. താങ്ക് യു. ബൈ.